ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. ആകെയുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേതിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ നന്നായി അറിയുന്ന ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 അൽ ബയാൻ. നഖറഉൽ ഫിഖറ വനുജീബു അനിൽ അസ്ഇലതി താലിയ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നബീലുൻ ദാരിസുൻ നഷീത്തുൻ. നബീൽ നല്ല മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ഹുവ യസ്കുനു ഫീ ഖറയത്തിൻ ജമീലത്തിൻ. അവൻ നല്ല ഭംഗിയുള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഫീഹ ഹഖൂലുൻ വാസിഅത്തുൻ. അവിടെ വിശാലമായ വയലുകളുണ്ട്. വഹദീഖത്തുൻ ഖളറാഉൻ. പച്ച വിരിച്ച തോട്ടമുണ്ട്. വബിർകത്തുൻ നളീഫത്തുൻ. നല്ല വൃത്തിയുള്ള കുളവുമുണ്ട്. ഫീ മൗസിമിൽ മത്വരി യസ്ബഹു നബീലുൻ ഫിൽ ബിർകത്തി മഅൽ അസ്ദിഖാ. മഴക്കാലമാകുമ്പോൾ നബീൽ തന്റെ കൂട്ടുകാരോടൊത്ത് കുളത്തിൽ നീന്തും. വയുദർരിബുഹും അല സിബാഹ. അവരെ നീന്തൽ പഠിപ്പിക്കുകയും ചെയ്യും. യൗമൻ റആ നബീലുൻ സ്വദീഖതഹു ലീന തഗ്റുഖു ഫിൽ മാഇ. ഒരു ദിവസം നബീൽ തന്റെ കൂട്ടുകാരി ലീന വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ടു. ഫഅസ്റഅ ഇലൈഹ. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് ധൃതിപ്പെട്ടു. വഅൻഖദഹ. അങ്ങനെ അവൻ അവളെ രക്ഷപ്പെടുത്തി. ഫസ്വാറ നജ്മൻ ഫിൽ ഖറിയതി. അങ്ങനെ അവൻ അവന്റെ ഗ്രാമത്തിലെ ഒരു സ്റ്റാറായി മാറി. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐന യസ്കുനു നബീൽ. എവിടെയാണ് നബീൽ താമസിക്കുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിൽ മദീന പട്ടണത്തിൽ, ഫിൽ ഖറിയ ഗ്രാമത്തിൽ, ഫി സാഹിലിൽ ബഹർ കടൽ തീരത്ത്, ഫി സൂഖ് മാർക്കറ്റിൽ. എവിടെയായിരുന്നു നബീൽ താമസിച്ചിരുന്നത്? ഗ്രാമത്തിലായിരുന്നു അല്ലേ? രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയുത്തരം, ഫിൽ ഖറിയത്തി. രണ്ടാമത്തെ ചോദ്യം, ലീന ഡാഷ് ഫിൽ മാഇ. ലീന വെള്ളത്തിൽ ഡാഷ്. എന്തായിരുന്നു ലീനയ്ക്ക് സംഭവിച്ചിരുന്നത്? ലീന വെള്ളത്തിൽ മുങ്ങിയതായിരുന്നു അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? തഗ്റഖു, അഗ്റഖു, യഗ്റഖു, നഗ്റഖു. ലീന എന്നത് സ്ത്രീലിംഗമാണ് അല്ലേ? അപ്പോൾ ഏത് ഓപ്ഷനാണ് ഇവിടെ ശരിയായിരിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷനാണ്, തഗ്റഖു. മൂന്നാമത്തെ ചോദ്യം, ജംഉ ഹഖലുൻ ഡാഷ്. ഹഖലുൻ എന്നതിന്റെ ജംഅ് എന്താണ്? പാരഗ്രാഫിൽ നൽകിയിട്ടുണ്ടല്ലോ, ഹഖൂലുൻ. നാലാമത്തെ ചോദ്യം, മുഫ്രദു അയ്യാം ഡാഷ്. അയ്യാം എന്നതിന്റെ മുഫ്രദാണ് യൗം. അഞ്ചാമത്തെ ചോദ്യം, മൻ അൻഖദ ലീന മിനൽ ഗർഖി. ലീനയെ മുങ്ങുന്നതിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുത്തിയത്? നബീലായിരുന്നു അല്ലേ? ഇനി 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 2 അൽ ഹിവാർ. സംഭാഷണം. നുകമ്മിലുൽ ഹിവാർ. സംഭാഷണം പൂർത്തിയാക്കാം. സാലിമുൻ ദാരിസുൻ നഷീത്തുൻ. സാലിം മിടുക്കനായ വിദ്യാർത്ഥിയാണ്. അവൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യൗമൻ കാന യദ്ഹബു ഇലൽ മദ്രസത്തി. അങ്ങനെ ഒരു ദിവസം അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഫറഅ റജുലൻ മുസിന്നൻ. അപ്പോൾ ഒരു പ്രായമായ ഒരാളെ കണ്ടു. യുരീദു അബൂറ ശാരിയ. അദ്ദേഹം റോഡ് മുറിച്ചു കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫഖ്തറബ മിൻഹു സാലിമുൻ. സാലിം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഫദാറ ബൈനഹുമാ ഹിവാർ. അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് നമ്മൾക്ക് പൂർത്തിയാക്കേണ്ടത്. സാലിം, സ്വബാഹുൽ ഖൈർ യാ അമ്മി. ഗുഡ് മോർണിംഗ് അങ്കിൾ. അൽ മുസിൻ, സ്വബാഹുൻ നൂർ. ഗുഡ് മോർണിംഗ്. സാലിം, അപ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? പ്രായമായ ആൾക്ക് റോഡ് മുറിച്ച് കടക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? എന്തു പറ്റി അമ്മാവ എന്നാണ് നമ്മൾ ചോദിക്കുക അല്ലേ? മാതാ അസ്വാബക യാ അമ്മി. അൽ മുസിൻ ഉരീദു അബൂറ ശാരി. ഞാൻ റോഡ് മുറിച്ചു കടക്കാൻ ഉദ്ദേശിക്കുന്നു. സാലിം, ഖാബിലൻ യദഹു. അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് തആൽ മഇ യാ അമ്മി. അങ്കിൾ, എന്റെ കൂടെ വരൂ. അൽ മുസിൻ, അപ്പോൾ പ്രായമായ ആൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നോക്കൂ, എന്താണ് സാലിം മറുപടി പറയുന്നത്? ഇസ്മി സാലിം. എന്റെ പേര് സാലിം എന്നാണ്. അപ്പോൾ പ്രായമായ ആൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നിന്റെ പേര് എന്താണ് എന്നായിരിക്കും അല്ലേ?
മാഷാ അല്ലാഹ് മസ്മുക യാ ബുനയ്യ. അപ്പോൾ സാലിം എന്താണ് മറുപടി പറയുന്നത്? ഇസ്മി സാലിം, എന്റെ പേര് സാലിം എന്നാണ്. അൽ മുസിൻ. പിന്നീട് എന്തായിരിക്കും അദ്ദേഹം സാലിമിനോട് ചോദിച്ചിട്ടുണ്ടാവുക? എന്താണ് സാലിം മറുപടി പറയുന്നതെന്ന് നോക്കൂ. ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹം ചോദിക്കുന്നുണ്ടാവുക? എങ്ങോട്ടാണ് നീ പോകുന്നത് എന്നാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഇല ഐന തദ്ഹബു, നീ എങ്ങോട്ടാണ് പോകുന്നത്? സാലിം ഇലൽ മദ്രസ, ഞാൻ സ്കൂളിലേക്കാണ്. അൽ മുസിൻ ഫി അയ്യ സൊഫിൻ അൻത, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സാലിം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം അല്ലേ? ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിലാണ്. അദ്റുസു ഫി സൊഫി സാബിർ. അൽ മുസിൻ ഡാഷ് അലാ മുസാഅദതിക, നിന്റെ സഹായത്തിന് ഡാഷ്. എന്തായിരിക്കും അവിടെ പറയേണ്ടത്? നിന്റെ സഹായത്തിന് നന്ദി എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. ശുക്രൻ അലാ മുസാഅദതിക സാലിം അഫ്വൻ. ആക്ടിവിറ്റി 3 അൽ മുഫക്കിറ, ഡയറി. നഖറഉൽ ബയാന വനുകമ്മിലുൽ മുഫക്കിറ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന വായിച്ചിട്ട് അതിന് താഴെയുള്ള ഡയറി കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അൻഖദ നബീലുൻ സ്വദീഖതഹു ലീന മിനൽ ഗർഖ്. നബീൽ തന്റെ കൂട്ടുകാരി ലീനയെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലേ? അക്രമഹു റഈസുൽ മജ്ലിസിൽ ഖറവി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവനെ അഭിനന്ദിച്ചു. മസാഇൻ കതബ നബീൽ മുഫക്കിറ. അങ്ങനെ വൈകുന്നേരം നബീൽ ഡയറി എഴുതി. ഹയ്യ നുകമ്മിലുഹ ബിമുസാഅദത്തിൻ നിഖാത്ത്. തന്നിരിക്കുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ അവനെ ഡയറി എഴുതാൻ സഹായിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? മിനൽ ഗർഖ്, മുങ്ങുന്നതിൽ നിന്ന്. ഖദ്ദമലി, എന്നെ അണിയിച്ചു. ഇൻഖാദ, രക്ഷപ്പെടുത്തി. റഈസുൽ മജ്ലിസിൽ ഖറവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി നമ്മൾക്ക് ഡയറി പൂർത്തിയാക്കാമല്ലോ. അൽ യൗം യൗമുൻ സഈദുൻ ഫീ ഹയാത്തി. ഇന്ന് എന്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. ലി അന്നി യഖ്തദർതു അലാ, കാരണം എനിക്ക് കഴിഞ്ഞു. ഡാഷ് സ്വദീഖതി, എന്റെ കൂട്ടുകാരി ഡാഷ്. എന്താണ് നബീലിന് കഴിഞ്ഞത്? തന്റെ കൂട്ടുകാരിയെ രക്ഷപ്പെടുത്താനാണ് അല്ലേ? ഏത് വാക്കാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്? ഇൻഖാദ. ഇൻഖാദ സ്വദീഖതി ലീന ഡാഷ്. എന്റെ കൂട്ടുകാരി ലീനയെ എവിടെ നിന്നാണ് രക്ഷപ്പെടുത്തിയത്? മിനൽ ഗർഖ്, മുങ്ങുന്നതിൽ നിന്നാണ് അല്ലേ? അക്രമനി ഡാഷ്, എന്നെ അഭിനന്ദിച്ചു. ആരാണ് നബീലിനെ അഭിനന്ദിച്ചത്? റഈസുൽ മജ്ലിസിൽ ഖറവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. വ ഡാഷ് വിസാമൻ, പിന്നെയോ മെഡൽ അണിയിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. വ ഖദ്ദമലി വിസാമൻ. ലാ അൻസ, ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഡാഷ്, ഈ ദിനം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. ലാ അൻസ ഹാദൽ യൗം. ആക്ടിവിറ്റി 4 അൽ അനാസിറുൽ ലഗ്വിയ. നുലാഹിലുൽ ഫിഖറ വനളഉ മാജിദ് മകാന മാജിദ വനുകമ്മിലുഹ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫിൽ മാജിദ എന്ന സ്ഥാനത്ത് മാജിദ് എന്ന് മാറ്റി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മാജിദ ദാരിസത്തുൻ ഫി സൊഫി സാബിർ. മാജിദ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഹിയ അരീഫത്തു സൊഫി, അവൾ ക്ലാസ് ലീഡറാണ്. തുസാഇദു ഉമ്മഹ ഫിൽ ബൈത്തി, അവൾ വീട്ടിൽ നിന്നും അവളുടെ ഉമ്മയെ സഹായിക്കാറുണ്ട്. യൗമൻ വസലത് മാജിദ ഇലൽ ബൈത്തി മുതഅഖിറതൻ. ഒരു ദിവസം മാജിദ വീട്ടിലേക്ക് വൈകിയാണ് എത്തിയത്. ഫഖാലത്തിൽ ഉമ്മു, ഉമ്മ അവളോട് ചോദിച്ചു. ലിമ തഅഖർതി യാ ബിൻതി, മോളെ നീ എന്താണ് വൈകിയത്? ഫഅജാബത്, അപ്പോൾ അവൾ പറഞ്ഞു. ഫിൽ മദ്രസത്തി ഹഫ്ലത്തു തക്രീമിൻ ലിനബീൽ, സ്കൂളിൽ നബീലിന് വേണ്ടി അനുമോദന ചടങ്ങ് ഉണ്ടായിരുന്നു. ഹുവ അൻഖദ സ്വദീഖതഹു ലീന മിനൽ ഗർഖ്, അവൻ അവന്റെ കൂട്ടുകാരി ലീനയെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇനി തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നും മാജിദ എന്ന സ്ഥാനത്ത് മാജിദ് എന്ന് മാറ്റി എഴുതുമ്പോൾ എന്തെല്ലാം തിരുത്തുകളാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. മാജിദ എന്നത് മാജിദ് എന്നും ദാരിസത്തുൻ എന്നത് ദാരിസുൻ എന്നും ആവുന്നു. മാജിദ് ദാരിസുൻ ഫി സൊഫി സാബിർ. ഇനിയോ ഹിയ എന്നത് ഹുവ എന്നും അരീഫത്തു എന്നത് അരീഫ് എന്നും ആവുന്നു. ഹുവ അരീഫു സൊഫി. പിന്നെയോ തുസാഇദു എന്നത് യുസാഇദു എന്നും ഉമ്മഹ എന്നുള്ളത് ഉമ്മഹു എന്നും ആവുന്നു. യുസാഇദു ഉമ്മഹു ഫിൽ ബൈത്തി. ഇനിയോ വസ്വലത് എന്നത് വസ്വല എന്നും മാജിദ എന്നത് മാജിദ് എന്നും
മുതഅഖിറതൻ എന്നത് മുതഅഖിറൻ എന്നുമാവുന്നു. യൗമൻ വസ്വല മാജിദ് ഇലൽ ബൈത്തി മുതഅഖിറൻ. ഇനിയോ ഫഖാലത്തിൽ അവിടെ മാറ്റമൊന്നും വരില്ല അല്ലേ? കാരണം എന്താണ്? സ്ത്രീലിംഗമാണ്. ഇനിയോ തഅഖർതി എന്നത് തഅഖർത എന്നും ബിൻതി എന്നത് ഇബ്നി എന്നുമാവുന്നു. ലിമ തഅഖർത യാ ഇബ്നി അല്ലെങ്കിൽ യാ ബുനയ്യ. ഇനിയോ ഫഅജാബത് എന്നത് ഫഅജാബ എന്നായി മാറുന്നു. ഫിൽ മദ്രസത്തി ഹഫ്ലത്തു തക്രീമി ലനബീലിൻ ഹുവ അൻഖദ സ്വദീഖതഹു ലീന മിനൽ ഗർഖി. അവിടെയൊന്നും മാറ്റം ഉണ്ടാവില്ല അല്ലേ? ആക്ടിവിറ്റി 5 അൽ മുദക്കിറ. നുലാഹിളു ലായിഹാത്തി വനക്തശിഫു മിൻഹാ മാ യതഅല്ലഖു ബിൽ മുറൂരി വനഉദു മുദക്കിറ. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ചില പ്ലക്കാർഡുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അതിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ലാ തഖ്തഉൽ അഷ്ജാർ, മരങ്ങൾ വെട്ടിമുറിക്കരുത്, അത് അനുയോജ്യമായതല്ല. ലിസലാമത്തിക വലിമൻ മാക്ക, നിങ്ങളുടെയും നിങ്ങളുടെ കൂടെയുള്ളവരുടെയും സുരക്ഷയ്ക്കായി അത് ആവശ്യമുണ്ട് അല്ലേ? അത്രക്കുൽ മുഹാത്തഫ അത്ന അൽ ഖിയാദ, വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യുന്നത് ഒഴിവാക്കുക, അത് നമ്മൾക്ക് ആവശ്യമുണ്ട് അല്ലേ? ഹാഫിൽ അല സിഹ, നിങ്ങൾ ആരോഗ്യവാനായിരിക്കുക, അത് ആവശ്യമില്ല. അസ്സുറഅതു ഖാതില, വേഗത കൊലയാളിയാകുന്നു, അത് നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇൽബസിൽ കുമാമ, മാസ്ക് ധരിക്കുക, അത് നമ്മൾക്ക് ആവശ്യമില്ല. ലാ തുലവിസുൽ ബിഅ, പ്രകൃതി മലിനമാക്കരുത്, അത് നമ്മൾക്ക് ആവശ്യമില്ല. ലാ തൽഅബ് ഫിശാരി, റോഡിൽ നിന്നും കളിക്കരുത്, അത് നമ്മൾക്ക് ആവശ്യമുണ്ട് അല്ലേ? ഇശ്റബ് മാഅൻ നഖിയൻ, ശുദ്ധമായ വെള്ളം കുടിക്കുക, അത് നമ്മൾക്ക് ആവശ്യമില്ല. അൽ മുഹാഫളതു അലാ ഖവാനീനിൽ മുറൂർ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അത് നമ്മൾക്ക് ആവശ്യമുണ്ടല്ലോ അല്ലേ? ഇനി ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു പാരഗ്രാഫ് നമ്മൾക്ക് തയ്യാറാക്കി നോക്കാം. വാജിബുൻ അലൈക, നിങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്? തറക്കൽ മുഹാത്തഫ അസ്നാ അൽ ഖിയാദ ലിസലാമത്തിക വലിമൻ മഅക, നിങ്ങളുടെയും നിങ്ങളുടെ കൂടെയുള്ളവരുടെയും സുരക്ഷയ്ക്കായി വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യുന്നത് ഉപേക്ഷിക്കുക എന്നത് നിങ്ങളിൽ നിർബന്ധമാണ്. അസ്സുറഅതു ഖാതില വലാ തൽഅബ് ഫിശാരിയ, വേഗത കൊലയാളിയും റോഡിൽ നിന്ന് കളിക്കുന്നത് പാടില്ലാത്തതുമാകുന്നു. ഹാഫലതു അലാ ഖവാനീനിൽ മുറൂരി അസ്നാ ഖിയാദത്തിൽ മറക്കബാത്ത്, വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. ആക്ടിവിറ്റി 6 അൽ മൻദൂം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നുലാഹിലുൽ മൻദൂമ വനഉദ്ദു ബയാനിൻ അനിൽ അബി. താഴെ നൽകിയിരിക്കുന്ന കവിത വായിച്ചിട്ട് ഉപ്പയെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിച്ചു നൽകിയാൽ മതി. ജഅൽതൽ ബൈത ജന്നതന, നിങ്ങൾ ഞങ്ങളുടെ വീടിനെ സ്വർഗമാക്കി. ഫസ്വാറ മറാബി അസ്സുഹരി, അങ്ങനെ പൂക്കളുടെ തോട്ടങ്ങളായി. ഗറസ്തൽ ഇൽമ ഫീ അഖലി, എൻ്റെ ബുദ്ധിയിൽ അറിവ് നൽകി. വസഗതൽ ഹബ്ബ ഫീ സ്വദരി, എൻ്റെ മനസ്സിൽ സ്നേഹം ചൊരിഞ്ഞു. സഅക്ബറു യാ അബി യൗമൻ, അങ്ങനെ ഞാൻ ഒരിക്കൽ വളരും എൻ്റെ ഉപ്പ. കസഹിരിൽ അർളി വത്വൈരി, ഭൂമിയിലെ പറവുകളെയും പൂക്കളെയും പോലെ. ല അബ്നി ഹൽമകൽ ഗാലി, നിങ്ങളുടെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും. വ അബഖ മൗളി അൽ ഫഖർ, ഞാൻ നിങ്ങളുടെ അഭിമാനമായി മാറിയിടും. ഇനി നമ്മൾക്ക് പാരഗ്രാഫ് പൂർത്തിയാക്കാമല്ലോ. അന ഉഹിബ്ബു അബി ലി അന്നഹു ജഅലൽ ബൈത ഡാഷ്, ഞാൻ എൻ്റെ ഉപ്പയെ ഇഷ്ടപ്പെടുന്നു കാരണം എൻ്റെ വീടിനെ ആക്കുന്നു. എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? ജന്നതൻ, സ്വർഗമാക്കുന്നു. വഗർസ, നടുന്നു. എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? വഗർസൽ ഇൽമ ഫീ അഖലി വസ്വാഗൽ ഹബ്ബി ഫീ സ്വദരി, എൻ്റെ ബുദ്ധിയിൽ അറിവ് നൽകുകയും എൻ്റെ മനസ്സിൽ സ്നേഹം ചൊരിയുകയും ചെയ്യുന്നു. അൽ യൗമ അന സ്വഗീറൻ, ഇന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. ഗദൻ അകൂനു കബീറൻ, നാളെ ഞാൻ വലിയ കുട്ടിയാകും. ഫാബനി, ഞാൻ നിർമ്മിക്കും അല്ലെങ്കിൽ ഞാൻ സാക്ഷാത്കരിക്കും. എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? ഹൽമകൽ ആലി വ അബഖ മൗദി അൽ ഫഖർ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയും അഭിമാനമായി തീരുകയും ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നക്തശിഫു മിനൽ മൻദൂമി അൽ കലിമാത്തിൽ മുസജ്ജഅ കമാ ഫിൽ മിസാൽ, കവിതയിൽ നിന്നും മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള റൈമിംഗ് വേർഡ്സ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മാതൃകയിൽ നൽകിയിരിക്കുന്നത്? അസ്സഹരി, അതേപോലെയുള്ള വേർഡ്സ് ഏതൊക്കെയാണ് കവിതയിൽ കൂട്ടുകാർ കാണുന്നത്? അത്വൈരി, അൽ ഫഖരി. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.